എന്ത് കെമിക്കലായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക? അതെനിക്കറിയാൻ സാധിച്ചിട്ടില്ല. അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ നടത്തിയാൽ അത് അറിയാൻ സാധിക്കും. പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെഡിസിൻ പരിശോധിച്ചതുകൊണ്ടാണ് എനിക്കത് കണ്ടെത്താൻ സാധിച്ചത്. മരിച്ചവരെല്ലാം അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തിരുന്നവരാണ്. അതൊന്നും ഇനി ആർക്കും പ്രയോജനപ്പെട്ടില്ല അല്ലേ? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം. ഇവരെ കൊല്ലാൻ ഉപയോഗിച്ച ഈ കെമിക്കൽ കൊണ്ട് സംഭവിക്കുന്നത് ബ്രെയിൻ ഡെത്താണ്. അവയവങ്ങളൊന്നും ഇത് ബാധിക്കുന്നില്ല. അപ്പൊ അവയവങ്ങൾ എടുക്കാൻ വേണ്ടി ഇവരെ മനഃപൂർവ്വം കൊന്നതായിരിക്കും. സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സിന് ഇതിൽ പങ്കുണ്ടാവില്ലേ? അത് നമുക്കിപ്പോ ഉറപ്പിക്കാൻ പറ്റില്ല. ഗൂഗിൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഡ്രിപ്പിൽ ഒരു കെമിക്കൽ ചേർക്കുന്നത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതെ. എന്തായാലും ഇവിടെ നമുക്ക് കൂടുതൽ പരിശോധനകൾ നടത്തണം. ഇതേ പാറ്റേണിൽ ഇതിനു മുമ്പും മരണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയണം. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്.